നമ്മളിപ്പോൾ പോകുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്കാണ്. ആദിൽ പാലോട് ചേരുന്നു വിവരങ്ങളുമായി. ആദിൽ, UDF-നായി സിറ്റിംഗ് MP അടൂർ പ്രകാശ് തന്നെ രംഗത്തിറങ്ങിയതാണ്. LDF-ന്റെ MLA വി ജോയ് ശക്തമായ മത്സരം കാഴ്ചവെച്ചു. BJP-ക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലത്തിൽ NDA-ക്കായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ തന്നെയാണ് രംഗത്തിറങ്ങിയത്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം വന്നപ്പോൾ 3 സീറ്റുകൾ BJP നേടുമെന്ന് പ്രവചിച്ച ഏജൻസികളുണ്ട്. അപ്പോൾ തൃശ്ശൂർ, തിരുവനന്തപുരം, അതിനുശേഷം ആറ്റിങ്ങലാകുമോ ഒരു മണ്ഡലം BJP-ക്ക് പ്രതീക്ഷ പുലർത്താനാകുന്നത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഉറപ്പായും MLA-യും സിറ്റിംഗ് MP-യും കേന്ദ്രമന്ത്രിയും മത്സരിക്കുന്ന ഗ്ലാമർ പോരാട്ടമാണ് ആറ്റിങ്ങലിൽ നടക്കുന്നത്. വിനീത പറഞ്ഞതുപോലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് ശേഷം NDA ഉൾപ്പെടെ 3 കക്ഷികളും 3 മുന്നണികളും അമിതമായ ആത്മവിശ്വാസത്തിലാണ് എന്ന് പറയേണ്ടി വരും. കാരണം 3 പേരും ഉറപ്പാണ് വിജയം എന്ന വിശ്വാസത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതികരണങ്ങളും അങ്ങനെ തന്നെയാണ്. BJP-യുടെ 3 സീറ്റുകൾ കേരളത്തിൽ നിന്നുണ്ടാകുമെങ്കിൽ അതിലൊന്ന് ആറ്റിങ്ങലായിരിക്കും, മൂന്നാമത്തേത് ആറ്റിങ്ങലായിരിക്കും എന്നതാണ് BJP കേന്ദ്രങ്ങൾ അവകാശപ്പെടുകയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. വി മുരളീധരന്റെ വ്യക്തിബന്ധങ്ങളും BJP-യുടെ സംഘടനാ സംവിധാനവും പ്രചരണ ശൈലിയുമെല്ലാം ഈ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാനാകും എന്നതാണ് നിലവിൽ BJP നേതൃത്വം പ്രതികരിക്കുന്നത്. കഴിഞ്ഞ തവണ 2.5 ലക്ഷം വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ പിടിച്ചതെങ്കിൽ ഒരു 3.5 ലക്ഷത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യതകൾ തേടുകയാണ്. അതിനുള്ള പ്രവർത്തനം നടന്നിട്ടുണ്ട് എന്ന് BJP അവകാശപ്പെടുന്നു. ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം LDF-നാണ്. LDF സംസ്ഥാന നേതൃത്വത്തിൻ്റെ തന്നെ ലിസ്റ്റിൽ 1ാം സ്ഥാനത്തുള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങൽ ഉറപ്പായും കിട്ടും എന്നതാണ് LDF-ന്റെ മുതിർന്ന നേതാക്കളടക്കം പറയുന്നത്. കഴിഞ്ഞ തവണ കൈവിട്ടു പോയ മണ്ഡലമാണ്. ഇത്തവണ പലതരം കാരണങ്ങളുണ്ട്. മികവുറ്റ സ്ഥാനാർത്ഥിയാണ്, കരുത്തുറ്റ പ്രചരണ രീതികളായിരുന്നു. ഇത്തരത്തിൽ പല ഘടകങ്ങൾ അടങ്ങുമ്പോൾ ആറ്റിങ്ങൽ ഇത്തവണ LDF തിരിച്ചു പിടിക്കും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് നേതാക്കൾ. ഇതിൽ പ്രധാനമായും വി ജോയ് എന്ന സ്ഥാനാർത്ഥിയുടെ പ്രകടനം തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം. അദ്ദേഹം പലയിടത്തും ഈ വർക്കല അടക്കമുള്ള മണ്ഡലങ്ങളിൽ നടത്തുന്ന സ്വാധീനമൊക്കെ ഇതിൽ പ്രധാനമാകുമെന്ന് ഇടതുമുന്നണി കരുതുന്നു. ഒപ്പം കഴിഞ്ഞ തവണ സമ്പത്ത് LDF-ന് വേണ്ടി മത്സരിച്ച് തോറ്റുപോകുമ്പോൾ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് അല്പമെങ്കിലും ലീഡ് ഉയർത്താൻ നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞത്. നെടുമങ്ങാട് മണ്ഡലത്തിൽ മാത്രമാണ്. ബാക്കി 6ഇടത്തും അടൂർ പ്രകാശിനായിരുന്നു ലീഡ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അതല്ല സ്ഥിതി. സ്വാഭാവികമായും വർക്കലയിൽ ജനപ്രീതിയുള്ളൊരു MLA-ആണ് വി ജോയ്ക്ക് അവിടെ സ്വാധീനമുണ്ട്. ആറ്റിങ്ങൽ, ചിറയൻകീഴ്, വാമനപുരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ കൂടി സ്വാധീനം ഉറപ്പിക്കാനും ലീഡ് ഉയർത്താനും കഴിയുമെന്ന ആത്മവിശ്വാസം ഇടതുമുന്നണി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. UDF-നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വോട്ടുകൾ, ഈഴവ വോട്ടുകളിൽ പ്രധാന വോട്ടുകളൊക്കെ പെട്ടിയിൽ വീഴും എന്നതാണ് UDF-ന്റെ ആത്മവിശ്വാസം. അടൂർ പ്രകാശ് ആദ്യം മുതൽ തന്നെ പലതരം വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇരട്ട വോട്ട് പരാതിയാണ് അതിൽ പ്രധാനം. വോട്ടിന് വേണ്ടി പണം കോളനികളിൽ കയറി UDF കൊടുത്തു എന്ന ആരോപണമുണ്ടായിരുന്നു. ഈ ആരോപണങ്ങൾക്കിടയിലും തങ്ങൾക്ക് ജയിച്ചു കയറാനാകും എന്ന കൃത്യമായൊരു വിശ്വാസത്തിലാണ് UDF ഉള്ളത്. അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനൊന്നും ഇല്ലെങ്കിലും കഴിഞ്ഞ തവണ 38,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന് കിട്ടിയത്. അട്ടിമറി ജയമായിരുന്നു. അത് ആവർത്തിക്കും. ഇത്തവണ 40,000-ന് മുകളിലേക്ക് ഭൂരിപക്ഷം ഉയർത്താൻ കഴിയുമെന്നും ബൂത്ത് തല കണക്കുകൾ പരിശോധിച്ച് വ്യക്തമായി നിയമസഭാ മണ്ഡലങ്ങളിലെ സ്വാധീനം നേരത്തെ അതിൽ പറഞ്ഞതുപോലെ വോട്ടുകൾ ഉൾപ്പെടെ പരിശോധിച്ചാൽ എന്താണ് തോന്നുന്നത്? കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം നിലനിർത്താൻ, ജയിക്കുകയാണെങ്കിൽ തവണത്തെ ഭൂരിപക്ഷം നിലനിർത്താൻ അടൂർ പ്രകാശിന് സാധിക്കുമോ? പ്രത്യേകിച്ച് പലയിടങ്ങളിലും വി ജോയ്ക്ക് ശക്തമായ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തവുമാണല്ലോ. പ്രചരണത്തിൽ ഒരു പടി മുന്നിൽ LDF തന്നെയായിരുന്നു ആറ്റിങ്ങലിൽ എന്നത് നിസ്സംശയം പറയാം. അത് UDF പോലും അംഗീകരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രചരണത്തിലുണ്ടാക്കിയ മുന്നേറ്റമൊക്കെ വോട്ടായി വീഴും എന്ന പ്രതീക്ഷയിലാണ് LDF ഉള്ളത്. പ്രത്യേകിച്ച് വി ജോയ് നടത്തിയ പ്രചരണങ്ങൾ, LDF-ന്റെ സംഘടനാ ശൈലി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു എന്നതിൻ്റെ മേന്മ, ഇതൊക്കെ വോട്ടായി വരും എന്നതാണ് LDF കരുതുന്നത്. വിനീത പറഞ്ഞതുപോലെ മണ്ഡലങ്ങളുടെ കണക്കെടുത്താൽ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 7ഉം കൈവശം വെച്ചിരിക്കുന്നത് LDF-ആണ്. കരുത്തുറ്റ MLA-മാരാണ് ഇവരൊക്കെ. കൃത്യമായി 2 മണ്ഡലങ്ങളാണ് ആറ്റിങ്ങലിലുള്ളത്. ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ്. തിരുവനന്തപുരം ജില്ലയിൽ 2 മണ്ഡലങ്ങളാണുള്ളത്, തിരുവനന്തപുരവും ആറ്റിങ്ങലും. ഈ ജില്ലയിലെ CPM സംഘടനാ സംവിധാനം ഒന്നാകെ LDF-ന് വേണ്ടി ആറ്റിങ്ങലിൽ പ്രവർത്തിച്ച സാഹചര്യം കൂടിയുണ്ട്. ഇതൊക്കെ വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോഴും
ചില പോയിന്റുകളുണ്ട്, ചില വോട്ട് ബാങ്കുകളുണ്ട്, ചില ബെൽറ്റുകളുണ്ട്. ഇവിടെയൊക്കെ തനിക്കാകും വോട്ട് എന്ന ആത്മവിശ്വാസമാണ് അടൂർ പ്രകാശിനുള്ളത്. പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് തനിക്ക് കിട്ടും. സ്വാഭാവികമായും ഇന്ത്യ മുന്നണിയാണ്, കോൺഗ്രസ് അംഗമാണ്, എത്തുന്നതാണ് കൂടുതൽ സാധ്യത എന്നൊക്കെ മുസ്ലിം വിഭാഗങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ഈഴവ വിഭാഗങ്ങളുടെ വോട്ട് കിട്ടും. ഇത്തരത്തിൽ ചില നീക്കങ്ങളിലൂടെ തനിക്ക് ജയിക്കാനാവും വിധമുള്ള വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പുള്ളത്. അപ്പോഴും നമ്മൾ ഡിജിറ്റുകൾ പരിശോധിക്കുമ്പോൾ, നിയമസഭാ മണ്ഡലങ്ങളുടെ സ്വഭാവം പരിശോധിക്കുമ്പോൾ LDFന് കിട്ടും എന്ന പ്രതീക്ഷയുമുണ്ട്. ഏതായാലും എത്രയൊക്കെ ഭൂരിപക്ഷം പറഞ്ഞാലും 50,000-ന് മുകളിലേക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഒരു മുന്നണിയും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്രവചനീയമാണ്, ഒരു ത്രില്ലർ മത്സരമാണ് ആറ്റിങ്ങലിൽ നടക്കുന്നത്. ശരിയാണ്, വലിയ ഗ്ലാമർ പോരാട്ടം നടന്ന ആറ്റിങ്ങലിൽ ത്രില്ലർ മത്സരം തന്നെയാണ്. ഇനി ജനവിധി അറിയുന്നതിന് മണിക്കൂറുകൾ മാത്രം.